കടത്തിക്കൊണ്ടുവരുന്ന മൃഗങ്ങളാണിവ. ചെറിയ ടെമ്പോയിൽ കുത്തിനിറച്ച് ഇവയെ സാധാരണയായി തെന്മല ഡാമിന്റെ പരിസരത്തെത്തിച്ച് അവിടെ വെച്ച് തന്നെ കശാപ്പ് ചെയ്യും. മണിക്കൂറുകൾ നീണ്ട യാത്രയെ തുടർന്ന് ഇവ പലപ്പോഴും ഏറെ ക്ഷീണിതരായിരിക്കും. രോഗാവസ്ഥ കൊണ്ട് അവശരായവരും കൂട്ടത്തിൽ കാണും. ഇത്തരത്തിൽ ഒരു മൃഗത്തെ ഒന്ന് എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കാലുകൾ നാലും കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടും ദീർഘനേരത്തെ പച്ചവെള്ളം പോലും നൽകാത്ത യാത്ര കൊണ്ടും അവശനായ ഒരു കാള ടെമ്പോയിൽ നിന്ന് വലിച്ചിറങ്ങി നിലത്തിട്ടു. പിന്നീട് എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമമായി അതിനുപയോഗിച്ച മാർഗങ്ങൾ ഏറെ ക്രൂരം. ഹൃദയമുള്ള ഏതൊരാളെയും ഒന്ന് ഉലയ്ക്കുന്ന കാഴ്ച. മുളകരച്ച് കണ്ണിൽ തേച്ചും വാലിൽ കടിച്ചും ക്രൂരമായി ഈ മിണ്ടാപ്രാണികളെ പീഡിപ്പിക്കുകയാണ് ഇയാൾ. അറക്കാൻ കൊണ്ടുപോകുന്ന ജന്തുവിനോട് എന്തിന് ദയ എന്ന ചിന്തയോടെ. ഇത്തരത്തിൽ ജന്തുക്കളെ പീഡിപ്പിക്കുന്നതിനെതിരെ നിയമമുണ്ട്. അത് നടപ്പിലാക്കാനും ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധിക്കാനും സംഘടനകളുമുണ്ട്. പക്ഷേ പരിമിതികൾ മൂലം ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. ഒരു ജീവിയെ അടിച്ചപ്പോൾ ആരുമില്ല ചോദിക്കാനും പറയാനും എന്നുള്ള രീതിയിലാണ്. ആകെ ഇപ്പം SPCA എന്ന് പറയുന്ന ഓരോ ജില്ലയിലും ഓരോന്നേ കാണുള്ളൂ. അപ്പൊ ഒരു SPCAയില് ഒരു ഇൻസ്പെക്ടറെ കാണുള്ളൂ. ആ ഒരാൾ കൊല്ലം ജില്ലയിലുള്ള എല്ലാ സ്ഥലത്തും നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. നിയമങ്ങൾ നിരവധിയുണ്ട്. 1960 ജന്തു ഹിംസ നിരോധന നിയമം അനുസരിച്ച് മൃഗങ്ങളെ വാഹനത്തിൽ കയറ്റുന്നതിന് മുൻപ് ഡോക്ടർ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കണം. രോഗാവസ്ഥയിലല്ലെന്ന് ബോധ്യപ്പെടണം. വണ്ടിയിൽ കയറ്റുമ്പോഴും ചില നിബന്ധനകൾ പാലിക്കണം. വലിയ ലോറിയിൽ 20 മൃഗങ്ങളെ കൊണ്ടുപോകാൻ പാടില്ല. ഇവയ്ക്ക് നിന്ന് യാത്ര ചെയ്യാനുള്ള സ്ഥലം വേണം. എന്നാൽ ഇതൊക്കെ ആര് പരിശോധിക്കും? ആര് നടപ്പിലാക്കും? അതിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ഇത് പലപ്പോഴും ഒരു അൺഓതറൈസ്ഡ് സ്ലോട്ടർ ഹൗസിലായിരിക്കും പോകുന്നത്. ഈ അൺഓതറൈസ്ഡ് സ്ലോട്ടർ ഹൗസിൽ പോകുന്നതിന്റെ പ്രശ്നം അവിടെ യാതൊരുവിധ പരിശോധനയുമില്ല. ഇത് സ്ലോട്ടർ ചെയ്യുന്നു, നമ്മൾ പലരും ഇത് കഴിക്കുകയുണ്ട്. മൃഗങ്ങൾക്കായി നിരവധി നിയമങ്ങളുള്ള ഒരു നാടാണിത്. അതും ശക്തമായ നിയമങ്ങൾ. ഇവയൊക്കെ നടപ്പിലാക്കുന്നതിനുള്ള പാളിച്ചകളാണ് പലപ്പോഴും വിനയാകുന്നത്. മനുഷ്യർക്കായുള്ള നിയമങ്ങൾ പോലും കൃത്യമായി നടപ്പിലാക്കാത്ത ഒരു നാട്ടിൽ മിണ്ടാപ്രാണികളുടെ ഈ വേദനയൊക്കെ ആരറിയാൻ, ആര് തിരക്കാൻ? കൊല്ലത്ത് നിന്ന് ക്യാമറാമാൻ ബിജു ചെറുവത്തിനൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.